ഇന്ത്യയ്ക്ക് പുറത്തുള്ള മലയാളികളായ പ്രവാസികൾക്കും കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മലയാളികളായ പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി നോർക്ക റൂട്ട് നടപ്പിലാക്കിയ ഒരു സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിന്റെ പരിഷ്കരിച്ച രൂപമായ നോർക്ക കെയർ പ്ലസ് എൻറോൾമെന്റ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ പോളിസിയിലേക്കുള്ള രജിസ്ട്രേഷൻ കാലയളവ് ഏപ്രിൽ 12 വരെയാണ്. നോർക്ക കെയർ പ്ലസിലൂടെ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്നും ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ വിശദാംശങ്ങളും ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടതെന്നും എന്തെല്ലാം രേഖകളാണ് ഇതിനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നോർക്ക കെയർ പ്ലസിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നതിന്റെ വീഡിയോ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാധുവായ നോർക്ക ഐഡി, പ്രവാസി ഐഡി, സ്റ്റുഡൻസ് ഐഡിയുള്ള ആർക്കും ഈ ഒരു പോളിസിയിൽ അംഗമാകാവുന്നതാണ്. നോർക്ക ഐഡി കാർഡ് ഓൺലൈനായി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നതിന്റെ വീഡിയോ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോർക്ക കെയർ പ്ലസിലൂടെ 1 കോടി രൂപ വരെയുള്ള അപകട ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു. മെഡിക്കൽ ചെക്കപ്പോ മറ്റു രോഗങ്ങളുടെ ഡിക്ലറേഷൻ ഇല്ലാതെയും നിലവിൽ രോഗമുള്ളവർക്കും ഈ ഒരു പദ്ധതിയിൽ അംഗമാകാവുന്നതാണ്. 18 മുതൽ 70 വയസ്സുവരെ പ്രായമുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നത്. അതോടൊപ്പം 80 വയസ്സുവരെ പ്രായമുള്ള മാതാപിതാക്കളെയോ അല്ലെങ്കിൽ പങ്കാളിയുടെ മാതാപിതാക്കളെയോ ഈ പദ്ധതിയിൽ ചേർക്കാൻ സാധിക്കും. 5 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള സം ഇൻഷുർഡിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. 10 ലക്ഷത്തിന് മുകളിലുള്ള പോളിസിയിലാണ് മാതാപിതാക്കളെ ചേർക്കാൻ സാധിക്കുന്നത്. സെൽഫ് പോളിസിയായും ഫാമിലി പോളിസിയായും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഫാമിലി പോളിസിയിലാണെങ്കിൽ പങ്കാളിയും 2 കുട്ടികളെയും 80 വയസ്സുവരെയുള്ള മാതാപിതാക്കൾ കൂടാതെ പരമാവധി 3 കുട്ടികളെ വരെ അധിക എൻറോൾമെന്റ് ഫീ അടച്ച് ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. കുട്ടികളുടെ പ്രായപരിധി എന്ന് പറയുന്നത് 25 വയസ്സുവരെയാണ്. ഇതിൽ വരുന്ന പ്രീമിയത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാത്തിരിപ്പ് കാലാവധി ഇല്ലാതെയാണ് ഇതിലൂടെ പോളിസി ക്ലെയിം ലഭിക്കുന്നത്. ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് 30 ദിവസത്തെയും ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം വരുന്ന 30 ദിവസത്തെ മെഡിക്കൽ ചെലവുകൾക്ക് ഓരോ ക്ലെയിമിലും 5000 രൂപ വരെ ലഭിക്കുന്നതാണ്. കൂടാതെ ആയുഷ് ചികിത്സ, അതായത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, അലോപ്പതി എന്നിവയ്ക്ക് 1 വർഷം പരമാവധി 50,000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രതിവർഷം ഒരു കണ്ണിന് 30,000 രൂപ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ഇതിന് 24 മണിക്കൂർ ഹോസ്പിറ്റൽ അഡ്മിഷൻ നിർബന്ധമാണ്. എന്നാൽ ഡേ കെയർ ചികിത്സകൾക്ക്, അതായത് കീമോ, ഡയാലിസിസ് മുതലായവയ്ക്ക് 24 മണിക്കൂർ ഹോസ്പിറ്റൽ അഡ്മിഷൻ ഇല്ലാതെ തന്നെ ക്ലെയിം ലഭിക്കുന്നതാണ്. കേരളത്തിൽ 688 ആശുപത്രികളും ഇന്ത്യയിൽ 20,000-ലധികം ഹോസ്പിറ്റലുകളിലും ക്യാഷ്ലെസ് സൗകര്യം ലഭ്യമാണ്. ക്യാഷ്ലെസ് ലഭിക്കാത്ത ഹോസ്പിറ്റലുകളിൽ ക്ലെയിം റീഇംബേഴ്സ്മെന്റ് ചെയ്യാവുന്നതാണ്. പ്രൈമറി മെമ്പറായ ഐഡി കാർഡ് ഉടമയ്ക്ക് മാത്രമാണ് അപകട ഇൻഷുറൻസ് ലഭിക്കുകയുള്ളൂ. 5 ലക്ഷത്തിന്റെ സം ഇൻഷുർഡ് തിരഞ്ഞെടുത്ത അംഗത്തിന് 10 ലക്ഷത്തിന്റെ അപകട ഇൻഷുറൻസാണ് ലഭിക്കുന്നത്. അതുപോലെ 10 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള സം ഇൻഷുർഡ് തിരഞ്ഞെടുക്കുന്ന അംഗത്തിന് അതേ തുകയുടെ അപകട ഇൻഷുറൻസ് പോളിസി ആനുകൂല്യം ലഭിക്കുന്നു. വിദേശത്തുനിന്ന് മരണം സംഭവിക്കുകയാണെങ്കിൽ ബോഡി നാട്ടിലെത്തിക്കുന്നതിനായി 50,000 രൂപയും ഇന്ത്യയിൽ നിന്നാണെങ്കിൽ 25,000 രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നു. ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ 5 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള സം ഇൻഷുർഡാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതിൽ 5 ലക്ഷത്തിന്റെ സം ഇൻഷുർഡിൽ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും 2 കുട്ടികളും അടങ്ങുന്ന പാക്കേജിന് വരുന്ന പ്രീമിയം 13,411 രൂപയാണ്. ഈയൊരു പാക്കേജിൽ നിങ്ങൾക്ക് മാതാപിതാക്കളെ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതല്ല. ഈയൊരു പാക്കേജിൽ ഹോസ്പിറ്റലിൽ 1 ദിവസത്തെ റൂം റെന്റ്, നഴ്സിംഗ് ചാർജ് ഉൾപ്പെടെ 5,000 രൂപയും 1 ദിവസത്തെ ICU വാടക, നഴ്സിംഗ് ചാർജ് ഉൾപ്പെടെ 10,000 രൂപയുമാണ് ലഭിക്കുന്നത്. 10 ലക്ഷത്തിന്റെ സം ഇൻഷുർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മാതാപിതാക്കളെയോ പങ്കാളിയുടെ മാതാപിതാക്കളെയോ ചേർക്കാവുന്നതാണ്. ഈയൊരു പാക്കേജിൽ ഹോസ്പിറ്റലിൽ 1 ദിവസത്തെ റൂം റെന്റ്, നഴ്സിംഗ് ചാർജ് ഉൾപ്പെടെ 10,000 രൂപയും 1 ദിവസത്തെ ICU വാടക, നഴ്സിംഗ് ചാർജ് ഉൾപ്പെടെ 20,000 രൂപയുമാണ് ലഭിക്കുന്നത്. ക്ലെയിം ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. നോർക്ക കെയർ പ്ലസിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാർഡ് ലഭിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് നോർക്ക കെയർ പ്ലസിന്റെ ആപ്ലിക്കേഷനിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആശുപത്രിയിൽ അഡ്മിഷൻ സമയത്ത് കാർഡും നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഒരു ഐഡന്റിറ്റി കാർഡുമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഹോസ്പിറ്റലിൽ നിന്നും നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ TPA അറിയിക്കുകയും ക്യാഷ്ലെസ് അപ്രൂവൽ ലഭിക്കുന്നതിനാവശ്യമായ ഡോക്യുമെന്റുകൾ TPA പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതുമാണ്. TPA രേഖകൾ പരിശോധിച്ച് ചികിത്സയ്ക്കുള്ള അനുമതി നൽകുന്നതാണ്. തുടർന്ന്
ഡിസ്ചാർജ് വരെയുള്ള ക്ലെയിം സംബന്ധമായ വിവരങ്ങൾ നോർക്ക കെയർ പ്ലസ് ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ആശുപത്രിയിൽ എന്തെങ്കിലും കാരണവശാൽ രേഖകൾ സമർപ്പിക്കാൻ വൈകുന്നതായി മൊബൈൽ ആപ്ലിക്കേഷനിൽ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഈ ടോൾ ഫ്രീ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കൃത്യസമയത്ത് തന്നെ ഡിസ്ചാർജ് ഉറപ്പുവരുത്താവുന്നതാണ്. തുടർന്നുള്ള വിവരങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്നും ക്ലെയിം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ്. 24 മണിക്കൂറും ടോൾ ഫ്രീ സേവനം ലഭ്യമാണ്. അടിയന്തരഘട്ടങ്ങളിൽ ക്യാഷ്ലെസ് സേവനം ലഭ്യമല്ലാത്ത ആശുപത്രികളിൽ ചികിത്സ തേടേണ്ടി വന്നാൽ തുക റീഇംബേഴ്സ് ചെയ്യാവുന്നതാണ്. റീഇംബേഴ്സ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ഫോം മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ആശുപത്രിയിലെ ഇൻഷുറൻസ് സെക്ഷനിൽ നിന്നും റീഇംബേഴ്സ്മെന്റ് ഫോം ഫിൽ ചെയ്ത് ഡോക്ടറുടെ ഒപ്പും സീലും വാങ്ങുക. ക്ലെയിം ഫോമിനോടൊപ്പം ഒറിജിനൽ ബില്ലുകൾ, റിപ്പോർട്ടുകൾ, പേയ്മെന്റ് റെസീപ്റ്റ്, ഡിസ്ചാർജ് സമ്മറി തുടങ്ങിയ ചികിത്സയുടെ എല്ലാ രേഖകളും അടങ്ങിയ ഡോക്യുമെന്റ് ശേഖരിച്ചു വയ്ക്കുക. മുകളിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ ഒറിജിനൽ രേഖകളോടൊപ്പം നോർക്ക ID കാർഡ് ഹോൾഡറുടെ ക്യാൻസൽഡ് ചെക്കും പേഷ്യന്റിന്റെ ഫോട്ടോയും ID കാർഡും ഉൾപ്പെടെ ഈ കാർഡിന്റെ രണ്ടാമത്തെ പേജിൽ നൽകിയ വിലാസത്തിലേക്ക് കൊറിയർ വഴിയോ പോസ്റ്റൽ വഴിയോ അയച്ചു കൊടുക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അയക്കുന്ന രേഖകളുടെ ഒരു കോപ്പി നിങ്ങളുടെ കൈവശവും സൂക്ഷിക്കേണ്ടതാണ്. റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ഡിസ്ചാർജായി 30 ദിവസത്തിനുള്ളിൽ സമർപ്പിച്ചില്ലെങ്കിൽ ക്ലെയിം ലഭിക്കുന്നതല്ല. നോർക്ക കെയർ എടുത്തവർക്ക് നോർക്ക കെയർ പ്ലസ് എടുക്കാൻ സാധിക്കുമോ എന്ന് സംശയം എല്ലാവർക്കുമുണ്ട്. കൂടുതൽ പ്രീമിയം ആവശ്യമുള്ളവർക്കും മാതാപിതാക്കളെ ചേർക്കേണ്ടവർക്കും നോർക്ക കെയർ പ്ലസിലും ചേരാൻ സാധിക്കുന്നതാണ്. നോർക്ക കെയറിന്റെ വാലിഡിറ്റി അവസാനിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ്. ആവശ്യമുള്ളവർ മാത്രം പിന്നീട് റിന്യൂവൽ ചെയ്താൽ മതി. റിന്യൂവൽ ചെയ്യാതിരുന്നാൽ ഈ ഒരു പോളിസി ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുന്നതാണ്. നോർക്ക കെയർ പ്ലസ് എടുത്തവർക്ക് അതിന്റെ കാലാവധി 14 ഏപ്രിൽ 2027 വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നോർക്ക കെയർ പ്ലസ് ആപ്ലിക്കേഷൻ വഴിയും വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്.